അപ്പോൾ നമുക്ക് ഇത്രയധികം ഡിഷ് വന്നതാണ് കാരണം ഫുൾ കൺഫ്യൂഷനാണ്. പക്ഷേ ഞാൻ ഇതുവരെ കഴിക്കാത്ത ബീഫ് കിഴിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ജോലി സാധ്യതകളൊക്കെ ഉണ്ടോ? ഒരുപാടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AR360യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നതാണിത്. പ്രവാസികളൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാടിനെ മിസ് ചെയ്യുമല്ല. അങ്ങനെ നാടിനെ കുറേ മിസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആകെ കൂടി ഒരു ആശ്വാസം എന്ന് പറഞ്ഞത് ഇവിടെയുള്ള മലയാളി റെസ്റ്റോറൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ദക്ഷിണാഫ്രിക്കയിലുള്ള മലയാളി റെസ്റ്റോറൻറ്റിലാണ് ഞാൻ വന്നതാണത്. ഇത് ജോഹന്നാസ്ബർഗിലുള്ള 4 Ways എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇതിൻ്റെ പേരാണ് ദോശഹട്ട്. ഇവർക്ക് വേറെയും ബ്രാഞ്ചസ് ഉണ്ട്, പക്ഷേ ഈ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നതാണത്. ഇവിടുത്തെ ഡിഷുകൾ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഡിഷുകളാണ്. പൊള്ളിയാണെന്ന് പറയണം, അത്ര ടേസ്റ്റാണ്. ഇവിടുത്തെ മീൻകറിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ ഡിഷസും ഈ റെസ്റ്റോറൻറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരു വട്ടം കൂടി സ്വാഗതം. നമുക്ക് റെസ്റ്റോറൻറ്റ് കാഴ്ചകളിലേക്ക് കാണാൻ പോയാലോ? ഇവിടെ ഭയങ്കര തിരക്കിലാട്ടോ, ഭയങ്കര വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കിച്ചൺ കേട്ടോ ഇവരുടെ. അത് നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് ഡിഷുകൾ ഇവർ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. ഇവിടെ ഫുൾ തിരക്ക്, എനിക്ക് കയറാൻ തന്നെ സ്ഥലമില്ല. ഇത് ദോശഹട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഒരു 11 വർഷമായിട്ട് നടക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കാഴ്ചകൾ കാണാം. ഇതേ നമ്മൾ ഈ ഒരു കിച്ചണിൽ കയറിക്കുക കേട്ടോ. ഇത് നമ്മുടെ ശ്രീജൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ ചെഫാണ്. ഇവിടുത്തെ മെയിൻ ആളാണ് ഇദ്ദേഹം. ഇവിടുത്തെ നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡിഷുകളൊക്കെ ഉണ്ടാവാൻ കാരണം തന്നെ പുള്ളിയാണ്. പുള്ളി നമ്മുടെ നാട്ടില് നെല്ലറന്നല്ലേ പറഞ്ഞേ? തിരുവല്ലേന്നാട്ടോ. പക്ഷെ ഇതിനു മുന്നേ പുള്ളി ദുബായില് നെല്ലറ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലായിരുന്നു വർക്ക് ചെയ്തായിരുന്നത്. പിന്നെയാണ് സൗത്ത് ആഫ്രിക്കയിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതേ നമ്മൾ ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഫിഷ് മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ബീഫ് കിഴി ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫിഷ് താലി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള അടിപൊളി ഡിഷസ് ആണ്. ഒടുക്കത്തെ ടേസ്റ്റ് എന്ന് തന്നെ പറയാം അല്ലേ. പൊളിയാണ്. അത് ഇവിടുത്തെ ഫിഷ് കറീനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്യുന്ന എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ കാണാം. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ഷെഫ് നിതിൻ്റെ ഒപ്പാണ്. കോഴിക്കോടുകാരനാണല്ലേ? കോഴിക്കോട് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥലമാണ്, കോഴിക്കോടുകാരനാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത ബീഫ് കിഴി ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഇതുവരെയായിട്ട് ബീഫ് കിഴി കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പം നിതിൻ ഷെഫിൻ്റെ ബീഫ് കിഴി ആയിരിക്കും ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഒരു ലെയറില് പൊറോട്ട വെച്ചിട്ട് പിന്നെ ബീഫിന്റെ ഗ്രേവി കറി അടിച്ചിരിക്കുകയാണ്. അതിലേക്ക് ബീഫ് ഇത് ലെയർ ആയിട്ട് അങ്ങ് വെക്കും അല്ലേ? അപ്പോൾ നമ്മളുടെ കൂടെയുള്ള ചെഫിൻ്റെ അടുത്ത് കുറേ ആൾക്കാരായിട്ട് എന്നോട് ചോദിക്കുന്നു, ഇവിടെ ജോഹന്നാസ്ബർഗിൽ സൗത്ത് ആഫ്രിക്കയിലൊക്കെ വന്ന് ചെഫായിട്ട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ചെഫ് ഇവിടെ വന്നത് ക്രിട്ടിക്കൽ സ്കില്ല്, ചെഫുമാർക്ക് എടുക്കാൻ പറ്റുന്ന ക്രിട്ടിക്കൽ സ്കിൽ വിസയുണ്ട്. അതിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇവിടെ വരാനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജോലി സാധ്യതകളൊക്കെ ഉണ്ടോ? ഒരുപാടുണ്ട്. പക്ഷെ നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയണം, അല്ലാണ്ട് വെറുതെ കയറി വന്നാൽ ആരും അനുവദിക്കില്ല. നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയണ ചെഫുമാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജോലി സാധ്യതയുണ്ട്. നിങ്ങൾ വിസ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ മലയാളി റെസ്റ്റോറന്റ് ഉണ്ടല്ലേ? മലയാളി റെസ്റ്റോറന്റ് ഉണ്ട്, ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്. അവിടെ എല്ലാം ജോലി കിട്ടും. ചെഫിനെ പോലെ ഇവിടെ അടിച്ചു പൊളിച്ച് വർക്ക് ചെയ്യാം. ചെഫ് ഇതിന് മുന്നേ വർക്ക് ചെയ്തത് മൊറീഷ്യസിലാണ്. അപ്പൊ മൊറീഷ്യസിലും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാടുണ്ട്. ഈ കൊറോണ കാലഘട്ടം ആയതുകൊണ്ട് നമുക്ക് ടൂറിസം മേഖല കുറച്ചൊന്ന് ഡൗൺ ആയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അപ്പാവുമ്പോഴേക്കും അടുത്ത വർഷം റിക്കവർ ആവും, കുഴപ്പമില്ല. എന്നാലും ഇവിടുത്തെ തിരക്ക് നമ്മൾ കണ്ടല്ലോ, ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട് തന്നെ ഇവർക്ക് നിൽക്കാൻ സമയമില്ല. അപ്പോൾ അപ്പായി കഴിഞ്ഞാൽ ഇവർ പറക്കായിരിക്കും ഇവിടെ.
ഞാൻ എപ്പോഴും നമ്മുടെ കേരള റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഓർഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് മസാല ദോശ ഇല്ലാണ്ട് ഒരു കളിയില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ അച്ഛൻ മേടിച്ച് തരുന്ന സാധനമാണ് മസാല ദോശ. എവിടെ പോയാലും അതന്നെ മസാല ദോശ മറക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മസാല ദോശയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു മസാല ദോശ ഓർഡർ ചെയ്തിട്ടോ, അപ്പം നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലത്തെ നല്ല ക്രിസ്പി നീളത്തിലുള്ള നല്ല മസാല ദോശ നമുക്ക് ഇവിടെ കിട്ടും. സാമ്പാറിലും കുറച്ച് ചട്നിയിലും കൂടി മുക്കിയെടുത്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. എനിക്ക് ഇവിടുത്തെ മസാല ദോശ എന്തുകൊണ്ട് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും ഉണ്ടല്ലോ നാട്ടിലെ പോലത്തെ മസാല ദോശ നമുക്ക് കിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ ദോശഹട്ട് എന്ന് പറഞ്ഞാൽ ഈ മലയാളി റെസ്റ്റോറൻറ്റിൽ നമുക്കത് കിട്ടും. അത് 100% ഗ്യാരണ്ടിയാണ്. മാത്രമല്ല നല്ല മിതമായ ഒരു റേറ്റാണ് ഉള്ളത്. വേറെ എവിടത്തേക്കാൾ ഇവിടെ പൈസ കുറവാട്ടോ. ഈ മസാല ദോശയ്ക്ക് 35 റാൻഡാണ് വില. റേറ്റ്സൊക്കെ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഇവിടുത്തെ പൈസ എത്രയാണ്, നാട്ടിലെ പൈസ എത്രയാണെന്നൊക്കെ. അപ്പോൾ നമുക്ക് കഴിക്കാം. കൊതി പറ്റുമോ? പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഒരു സ്പെഷ്യലായിട്ടാണ് ഇവിടുത്തെ ഫിഷ് താലി. നോർത്ത് ഇന്ത്യൻ പേരാണെങ്കിലും ഇതിലെ പല ഡിഷുകളും നമ്മുടെ നാടൻ ഐറ്റംസ് തന്നെയാണ്. സാമ്പാർ, പരിപ്പ്, മോര്, പിന്നെ ഉരുളൻകിഴങ്ങ് ഉപ്പേരി, പിന്നെ വേറൊരു ഉപ്പേരി, അച്ചാർ, പായസം. പിന്നെ ഇവിടെ ഏറ്റവും പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ മീൻകറി. നല്ല അടിപൊളി വറ്റിച്ചെടുത്ത മീൻകറിയാണ്. ഈ താലിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും സ്പെഷ്യലായിട്ടുള്ളത് ആ മീൻകറി തന്നെയാണ്. അപ്പോൾ നമുക്കതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ മലയാളി റെസ്റ്റോറൻറ്റിൽ വന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ദക്ഷിണാഫ്രിക്കയിൽ വന്നിട്ട് മലയാളികളുടെ റെസ്റ്റോറൻറ്റുകൾ ഇവിടെ തുടങ്ങാൻ തന്നെ കാരണമായ ഒരാളുടെ കൂടെയാണ് ഞാനിരിക്കുന്നത്. പേരെന്താ പറഞ്ഞ്? ജൂഡി ജോസഫ് എന്നുള്ള ഒരു എന്താ പറയുക ആ ഒരു വ്യക്തിത്വമാണ് ഈ ഇരിക്കുന്നത്. ഇദ്ദേഹം കാരണമായിട്ട് ഇവിടെ മലയാളികൾക്ക്, നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന മലയാളികൾക്ക് വന്നിട്ട് നല്ല നാടൻ രുചികൾ നമുക്ക് കിട്ടാൻ തന്നെ കാരണം ഇദ്ദേഹമാണ്. ദോശഹട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് 4 വേസിലുള്ളത് ഇപ്പോൾ ഇവിടെ തുറന്നിരിക്കുകയാണ്. ഇത് പുതിയ റെസ്റ്റോറൻ്റ് ആട്ടോ. കൂടാണ്ട് ഫോർട്സ്ബർഗിൽ ദോശഹട്ട് എല്ലാവർക്കും അറിയാം. 10-11 വർഷമായിട്ട് അത് അവിടെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തോട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്തായിരിക്കും ഇവിടെ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ളൊരു കാരണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ജൂഡി ചേട്ടാ, പുറത്ത് ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലെ ഒരു റെസ്റ്റോറൻറ്റ് മലയാളികൾക്ക് മാത്രമല്ല ഇവിടെയുള്ള ആൾക്കാർക്ക് കൂടി അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് എങ്ങനെയാണ് ആ ഒരു ഐഡിയ ഒക്കെ വന്നത്? ഞാനിവിടെ വന്നത് 2004-ലാണ്. ആ സമയത്ത് വേറെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നല്ലൊരു ഇഡ്ഡലി, ദോശ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കിട്ടുന്നൊരു സ്ഥലമില്ല. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ജോഹാനസ്ബർഗിൽ തുടങ്ങുന്നത്. അത് വന്ന് തുടങ്ങിയിരിക്കുന്നത് സ്പൈസ്ബർഗ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ സൈഡിലാണ്. അത് 2009-ലാണ് തുടങ്ങിയത്. ഇവിടെ എളുപ്പമായിരുന്നോ ഇത് ഫസ്റ്റ് തുടങ്ങാനായിട്ട്? അത് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? പൊതുവേ ഇവിടെ ബിസിനസ് തുടങ്ങാൻ വളരെ എളുപ്പമാണ്. ആർക്കും വേണമെങ്കിൽ വന്നിട്ട് തുടങ്ങാം. ആർക്കും വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റും ഒക്കെ നമുക്ക് സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന് പറയുന്നത് വേറെ ഒരു ബുദ്ധിമുട്ടൊന്നും, ഭയങ്കര നൂലാമാലകളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റും. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എല്ലാ ചെഫുമാരും ഇവിടെ കൊണ്ടുപോകും. നാട്ടിൽ നിന്ന് വന്നവര്, സൗത്തിൽ നിന്നാണ് എല്ലാവരും നാട്ടിൽ. അപ്പൊ ഇപ്പൊ കുറെ ഡിഷുകൾ കിഴിയൊക്കെ പുതിയതായിട്ട് നമ്മുടെ നാട്ടിൽ ഉള്ള, അപ്പൊ ഇവിടെ പുതിയ പുതിയ ഡിഷുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ? എല്ലാം ട്രൈ അതിവിടെ എന്തായാലും വന്നിരിക്കും. പുതിയത് എന്ത് വന്നാലും അതിവിടെ ഉണ്ടായിരിക്കും. ഞാനാണ് ഓണർന്ന് ആർക്കും അറിയില്ല, അതാണ് സത്യം. ഞാനെപ്പോഴും പുറകിലാണ്. അപ്പൊ നമ്മളെ ഒരു എക്സ്ക്ലൂസീവ് ഫുട്ടേജാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കണെന്ന് അർത്ഥം. ഇവിടുത്തെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നോ നമ്മുടെ നാട്ടിലെ ഭക്ഷണം? ഇവിടെയുള്ളവർ നമുക്ക് കൂടുതലും കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ വൈറ്റ്സാണ്. അവർ യാത്ര ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് നമ്മുടെ ടേസ്റ്റ് നല്ലോണം നമ്മളെക്കാളും ബെറ്ററായിട്ട് അവർക്കറിയാം. സ്പൈസി ഫുഡ് അവർക്ക് വേണ്ടി സ്പൈസ് കുറച്ച് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നമ്മുടെ എല്ലാ ഫുഡും മൈൽഡ്, മീഡിയം, ഹോട്ടായിട്ടാണ്. അപ്പോൾ നമ്മൾ ഏതാണ് പറയണതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഡിഷുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിച്ചണിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കി കയറുന്നത്. എന്നാലും നമ്മുടെ ചെഫുമാർ നമുക്ക് സ്നേഹത്തോടു കൂടി ഈ ഡിഷുകളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫിഷ് താലിയാണ്. ഇതിലെല്ലാ ഒരു സദ്യക്ക് വേണ്ട എല്ലാ ഡിഷുകളും, പിന്നെ നല്ല ഒന്നാം തരം മീൻകറിയും. പൊളി ടേസ്റ്റാന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കഴിച്ചിട്ടുണ്ട് ഞാനിത്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബീഫ് കിഴി, ഞാൻ ഇതുവരെ ജീവിതത്തിൽ ബീഫ് കിഴി കഴിച്ചിട്ടില്ല. നിങ്ങൾ ചോദിക്കും എന്താണ് ഞാൻ ഇതുവരെ ബീഫ് കിഴി കഴിക്കാനെന്ന്. നമ്മൾ നാട്ടിൽ പോയപ്പോൾ ഇത് കഴിക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചാണ് ആദ്യമായിട്ട് നമ്മൾ ബീഫ് കിഴി കഴിക്കാൻ പോണത്. അതുണ്ട്. കൂടാണ്ട്
ഇവിടെ റെഡ് സ്നാപ്പർ എന്ന് പറഞ്ഞാൽ നല്ല വലിയൊരു മീനാട്ടോ, ഭയങ്കര വലിയൊരു മീനാണ്. പൊക്കിയെടുത്ത് കാണിച്ചു തരണം എന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ ഇത് വിട്ടുപോലുമെന്ന് എനിക്ക് ഡൗട്ടുള്ളതാണ്. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് ആ മീൻ. ഇത് നമ്മുടെ നാട്ടിലെ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗത്ത് കിളിമീൻ എന്നൊക്കെ പറയാം. അതിനൊരു വലിയൊരു വെർഷൻ റെഡ് സ്നാപ്പർ എന്നാണ് ഇതിനെ ഇവിടെ പറയണ പേര്. നിങ്ങൾക്ക് ഇതിൻ്റെ റിയൽ റെഡ് സ്നാപ്പർ എന്ന് പറയും. ഇതിൻ്റെ മലയാളം പേര് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ ഇന്ന് വന്നതാണത്. എന്നെ കണ്ട് നിങ്ങൾ ബോറടിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടായ അശ്വിൻ എൻ്റെ കൂടെ ഉണ്ട്. എന്നെ ഡ്രോൺ പറപ്പിക്കാനൊക്കെ പഠിപ്പിച്ച് തന്ന എൻ്റെ ഗുരു കേട്ടോ അശ്വിൻ. കാരണം പുള്ളി കാരനാണ് ഞാൻ ഇത്ര നന്നായി ഡ്രോൺ പറത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പല സ്ഥലത്ത് ഇടിച്ചു വീഴാൻ കാരണം ഇദ്ദേഹമാണെന്ന്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നമ്മളിതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇത്രയധികം ഡിഷ് വന്നതാണ്, കാരണം ഫുൾ കൺഫ്യൂഷനാണ്. പക്ഷേ ഞാൻ ഇതുവരെ കഴിക്കാത്ത ബീഫ് കിഴിയിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ഈ വീഡിയോ ഇതൊക്കെ ആക്ച്വലി കൂടുതൽ കണ്ടാണത് ഫുഡ് ആൻഡ് ട്രാവൽ. നിങ്ങൾക്ക് അറിയാം, എബിൻ ചേട്ടൻ്റെ വീഡിയോസാണ് കൂടുതൽ കണ്ടാണത്. അതിലിങ്ങനെ കിഴി അടിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ പലവട്ടം വിചാരിച്ചിട്ടുണ്ട് നാട്ടിൽ പോയിട്ട് ഇങ്ങനെ കിഴി ഓപ്പൺ ചെയ്ത് കഴിക്കണമെന്ന്. അതിനുള്ള ഭാഗ്യം ഇപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിഴി ഓപ്പൺ ചെയ്യാം. ഈ കിഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പൊറോട്ട വെച്ചിട്ട്, പൊറോട്ടയുണ്ട്, ബീഫുണ്ട്, അത് ലെയറായിട്ട് മുട്ടയും തക്കാളിയും ഒണിയനും ഒക്കെ കൂടി ഉള്ളതാണ് ഈ ബീഫ് കിഴി. ഇതാണ് സംഭവം. അതിൻ്റെ ഉള്ളിൽ വറുത്ത സവോള ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നല്ല തുറക്കുമ്പോൾ തന്നെ നല്ല നാടൻ മണമാട്ടോ നമുക്ക് അടിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ എത്തിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് എങ്ങനെയാണോ ഒരു സ്മെല്ല് വരിക, ആ ഒരു സ്മെല്ല് ഇവിടെയും വരുന്നുണ്ട്. ദക്ഷിണാഫ്രിക്ക എന്ന് നമുക്ക് തോന്നുന്നില്ല, അത്ര നല്ല മണമാണ്. അപ്പോൾ നമ്മുടെ ബീഫിനെ നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റാം. ഇതെല്ലാം കൂടി എവിടെ തുടങ്ങണം എന്ന് മനസ്സിലാവണില്ലേ. ഇവിടെ മുട്ടയുണ്ട് കേട്ടോ, അതാണ്ടാ മുട്ട. ഇത് നമ്മുടെ സവോള കുട്ടന്മാരാണ്, അവരെ നമുക്ക് അങ്ങോട്ട് നീക്കിയിടാം. അപ്പോൾ ബീഫ് പൊറോട്ട ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കൊരു പൊറോട്ടേനായിട്ട് ഞാനിത് എങ്ങനെ എടുക്കും ദൈവമേ. പൊറോട്ട ചീള് പോലെ ഇതാണ് അതിൻ്റെ അടിയിലെ ലെയർ. അപ്പോൾ നമുക്ക് ഒരു പൊറോട്ടേനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പൊറോട്ട ഞാൻ കൈ കൊണ്ട് കഴിക്കും, പക്ഷേ എടുത്ത് വെക്കുന്നത് കൈ കൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിന് ഇത്തിരി മോശമായി തോന്നില്ലേ എന്നുള്ള ധാരണ കൊണ്ടാണ് ഞാൻ ഈ ഫോർക്കും കത്തി കൊണ്ടും മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ അശ്വിൻ കഴിക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കഴിക്കാം. ഇനി വേണോ കുറച്ചുകൂടി വരട്ടെ, കാരണം ഞാൻ ഇത് കൈയിട്ട് വരാൻ പോകും, അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അപ്പോൾ നമുക്കൊരു ചെറിയ പീസ് പൊറോട്ട എടുക്കാം, എന്നിട്ട് ഒരു വലിയ പീസ് ബീഫ് എടുക്കാം. കാരണം ബീഫിൽ ഒരിക്കലും ഒരു എന്താ പറയുക ദാരിദ്ര്യം കാണിക്കരുത് ബീഫിനെ. എന്നിട്ട് നമുക്ക് ചെറിയ സവോള എടുക്കുക, എന്നിട്ട് കുറച്ച് മുട്ടയും കൂടി ഇതിൽ തേങ്ങക്കൊത്ത് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങക്കൊത്ത്. കാണാം, അത് എടുക്കുക. ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് നമുക്കിത് കഴിക്കാം. അയ്യോ കൊള്ളില്ല. പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല നാടൻ ബീഫാണ്. വലിയ പീസാട്ടോ ബീഫിൻ്റെ. തേങ്ങാക്കൊത്തിട്ടുണ്ട്, നല്ല വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കിയ നാടനായതുകൊണ്ട് ആ നാടൻ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. പിന്നെ പൊറോട്ടേനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഇവിടെ അസൽ പൊറോട്ട കിട്ടും എന്നുള്ളതാണ്. നല്ല ലെയറായിട്ടിരിക്കുന്ന വലിയ പൊറോട്ട. നമുക്ക് അശ്വിനോട് ചോദിച്ചു നോക്കാം. അശ്വിനൊന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ പറയുന്ന ആൾക്കാർക്ക് വിശ്വാസമായില്ലെങ്കിലോ അത് കാരണം അശ്വിനും കൂടി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയല്ലേ? ബീഫിൻ്റെ ആ ഗ്രേവി നല്ല സൂപ്പറായിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ബീഫിൻ്റെ ഗ്രേവിയൊക്കെ നാടനാണ്, നല്ല തേങ്ങാക്കൊത്തും നല്ല റിച്ച് ആയിട്ടുണ്ട്. ഒരു സാധനം എന്താ പറയുക, കൂടുതലുമില്ല കുറവല്ല. ഒന്നും കൂടുതലും ഇല്ല, ഒന്നും കുറവില്ല, ഓൺ പോയിന്റ് ആണ്. നല്ല അടിപൊളി ഒരു എന്താ പറയുക, ഈ വാഴയിലുള്ള എന്ത് സാധനവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വാഴയില നമ്മൾ സദ്യ ആണെങ്കിലും ഇതാണെങ്കിലും, അതുകൊണ്ടാണ് കിഴിയൊക്കെ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമായത്. അപ്പോൾ എല്ലാം ഈ ഒരു ബീഫാണെങ്കിലും കേട്ടോ, ബീഫിൻ്റെ പീസൊക്കെ നല്ല വലിയ പീസാണ്. നല്ല എന്താ പറയുക, ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ റെഡ് സ്നാപ്പർ എന്ന് പറഞ്ഞ ഈ ഒരു ഫിഷ്, ശരിക്കും ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് ഉള്ളത് അറിയില്ല കേട്ടോ. ഇതിന് വേണമെങ്കിൽ നമ്മുടെ എന്താ പറയുക, എനിക്ക് തോന്നണത് ആക്ച്വലി ഇത് കിളിമീൻ എന്നാണ്. തൃശ്ശൂർ സൈഡിലൊക്കെ കിളിമീൻ എന്നാണ് ഇതിനെ കൂടുതലായിട്ട് പറയാം. നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് കമൻറ്റ് ചെയ്ത്. ഇതാണ് സംഭവം, കണ്ടോ?
അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുത്ത സംഭവമാണ്. നന്നായിട്ട് മുളക് പൊടിയൊക്കെ തേച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടാണ് ഈ ഒരു ലെവലിൽ ഇതിവിടെ വന്നിട്ടുള്ളത്. നല്ല ഒരു ഡെക്കറേഷനും ഗാർണിഷും ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. സവോളയും ക്യാരറ്റൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഡെക്കറേഷൻ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് അത്യാവശ്യത്തിന് ദശയുള്ളൊരു മീൻ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് മീനിന് നല്ല മാംസത്തിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല എരിവുണ്ട്. നല്ല നമുക്ക് ഇത്തിരി കൂടി മീൻ നാരങ്ങ കൂടി ഒന്ന് പിഴിഞ്ഞ് വയ്ക്കുമ്പോൾ ആ എരിവ് ഇത്തിരി ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക്, ഞാൻ ഭയങ്കരമായിട്ട് എരിവ് കഴിക്കുന്ന ആളെന്ന് പറയാൻ പറ്റില്ല, മിതമായ രീതിയിലൊക്കെ സ്പൈസ് കഴിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നാരങ്ങയുടെ ടേസ്റ്റും കൂടിയും ആ മീനിലേക്ക് കയറിയപ്പോണ്ടല്ലോ, മീനിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റും പിന്നെ ആ നാരങ്ങയുടെ ഒരു പുളിയും നല്ല എരിവും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ തീർക്കട്ടെ. കുറേ വലിയൊരു ഫിഷല്ല, അപ്പോൾ എല്ലാവരും കൂടി നമ്മളിത് തീർക്കട്ടെ. അതിന് മുന്നായിട്ട് നമ്മൾ ഒരു താലി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി പറയുകയെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു താലിയാണെങ്കിലും അതിലുള്ളത് നാടൻ ഫിഷ് കറിയാണ്. ഈ താലിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് ഞാൻ പറയും ഈ ഫിഷ് കറിയാണ്. ചൂരയാണ് ഫിഷ്. അപ്പോൾ അല്ലെങ്കിൽ എന്താ ഇതിന് പറയുക, നെയ്മീൻ എന്ന് പറയായിരിക്കും, അതുപോലെ ഇരിക്കുന്ന ഒരു ഫിഷാണിത്. എനിക്ക് തോന്നുന്നത് നെയ്മീൻ തന്നെയാണെന്നാണ്. അപ്പോൾ ആ ഒരു ഫിഷിൻ്റെ ടേസ്റ്റ്, ഈ കറി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ടേസ്റ്റ് എന്ന് എടുത്തെടുത്ത് എനിക്ക് പറയണം. കാരണം ഞാൻ ഇവിടെ വരണുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു മീൻ കറിയാണ്. അപ്പോൾ നമുക്ക് ഈ താലി ആക്ച്വലി നോർത്ത് ഇന്ത്യൻ താലി ആയതുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേട്ടൻ മലയാളി അല്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളീനെ കൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യിക്കാൻ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞേ. നമുക്ക് ഫിഷ് കറി ടേസ്റ്റ് ചെയ്യാം. ഇനി ഒന്ന് കഴിച്ചു നോക്കിയേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീൻ കറിയാണ്. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാം. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ മീൻ കറി വന്നിട്ട് കഴിക്കുകയും ചെയ്യും, പാഴ്സൽ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും കേട്ടോ. കാരണം അത് വെച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ ദിവസം കഴിഞ്ഞാലും ഒടുക്കത്തെ ടേസ്റ്റ് വരും. ഭയങ്കര നല്ല ടേസ്റ്റ്. നമുക്ക് ആ കുടംപൊളിയുള്ള പുളി നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട്. പിന്നെ നമുക്ക് പീസ് എടുത്ത് നോക്കാം. പീസ് കട്ടിയുള്ള പീസാണ്, നല്ല ദശയുള്ള പീസാട്ടോ. അത് നല്ല നെയ്മീനാണ് ഇത് ആക്ച്വലി. പീസിന് നല്ല സ്പൈസും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രേവി ഒപ്പം ഭയങ്കര നല്ല ടേസ്റ്റാണ് ഈ റൈസ്. നാട്ടിലുള്ള മലയാളികളോട് പറയാനുള്ളത്, ദക്ഷിണാഫ്രിക്കയിലേക്ക് വരാനായിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി സ്ഥലമാണ്. നാട്ടിലെ ഫുഡ് കിട്ടില്ല എന്ന് പേടിച്ച് ആരും ഇങ്ങോട്ട് വരാതിരിക്കരുത്. വരണം. ഇവിടെ നല്ല അടിപൊളി മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ അടിപൊളി ഭക്ഷണങ്ങൾ കിട്ടും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ജോഹന്നസ്ബർഗിലുള്ള മലയാളികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 4 വേസിലുള്ള ദോശഹട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വരണം. നല്ല അടിപൊളി ആംബിയൻസ്, നല്ല അടിപൊളി ഫുഡ്, പിന്നെ എന്താ വേണ്ടത്. അപ്പോൾ എല്ലാവരും വരിക, ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഭക്ഷണം രുചിക്കാനുള്ള അവസരം ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റ, ബൈ ബൈ.